മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. സംഘം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്ന പ്രതിഷേധം കണ്ടപ്പോൾ രാജ്യം തന്നെ ഞെട്ടി. കാരണം പ്രതിഷേധം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, മറിച്ച് വിദേശ രാജ്യത്തു നിന്നാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതികരണവുമായി ജർമ്മനിയാണ് രംഗത്തു വന്നത്. കെജ്രിവാളിന് നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അവകാശമുണ്ടെന്നും കേസിൽ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ഉറപ്പാക്കണം എന്നതാണ് ജർമ്മനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യമായാണ് ഒരു വിദേശ രാജ്യം കെജ്രിവാളിനെതിരായ നടപടിയിൽ പ്രതികരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഇ.ഡി. അറസ്റ്റിനെ കുറിച്ച് ജർമ്മൻ മാധ്യമങ്ങളിലെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വക്താവ് സെബാസ്റ്റ്യൻ ഫിഷർ ഇക്കാര്യം പറഞ്ഞത്. കേസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആദർശങ്ങൾ ഇക്കാര്യത്തിലും നടപ്പാക്കുമെന്നതാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഫിഷർ പറയുന്നുണ്ട്. ആരോപണങ്ങൾ നേരിടുന്ന ആരെയും പോലെ നിഷ്പക്ഷവും നീതിയുക്തവുമായ വിചാരണക്കുള്ള അവകാശം കെജ്രിവാളിനുണ്ട്. ഒരു തടസ്സവുമില്ലാതെ എല്ലാ നിയമവഴികളെയും ആശ്രയിക്കാൻ അദ്ദേഹത്തിനാകണം. നിരപരാധിത്വത്തിനുള്ള സാധ്യത നിയമവാഴ്ചയുടെ കേന്ദ്ര ബിന്ദുവാണ്. അത് കെജ്രിവാളിന്റെ കാര്യത്തിലും ഉണ്ടാകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇതോടെ വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ചകൾക്ക് വഴിവെച്ചു ജർമ്മനിയുടെ ഈ പ്രതികരണം. എന്നാൽ അപകടം മനസ്സിലായതോടെ കേന്ദ്ര സർക്കാർ ജർമ്മനിക്കെതിരെ തിരിയുകയും ചെയ്തു. മുതിർന്ന ജർമ്മൻ ഡെപ്യൂട്ടി അംബാസിഡർ ജോർജ് എൻസൈവലറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ഇത്തരം പരാമർശങ്ങൾ ഇന്ത്യയുടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതിന് തുല്യമാണെന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുതെന്നും മന്ത്രാലയം അറിയിക്കുകയായിരുന്നു. നിയമ സംവിധാനങ്ങൾ പാലിച്ചു പോരുന്ന ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ കേസുകളെയും പോലെ ലോകത്തെ മറ്റേത് ജനാധിപത്യ രാജ്യത്തെയും പോലെ ഇക്കാര്യത്തിലും നിയമം വ്യക്തമായ തീരുമാനമെടുക്കുമെന്നും അനാവശ്യമായ ഊഹാപോഹങ്ങൾ നടത്തരുതെന്നും മന്ത്രാലയം ജർമ്മനിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു.